നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മോ സല ചരിത്രം കുറിക്കുകയാണ്. ഓഹ്! എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്നലത്തെ ഇരട്ട ഗോളുകളോടുകൂടി ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ 21 ഗോളുകളായി. സാക്ഷാൽ ഫ്രാങ്ക് ലംപാർഡിനെ, ഇതിഹാസ താരം ഫ്രാങ്ക് ലംപാർഡിനെ മറികടന്നു. പ്രീമിയർ ലീഗിൽ 6th ഓൾ ടൈം ടോപ്പ് സ്കോററായിട്ട് മാറി. പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ 6ാമത്തെ താരമായിട്ട് മുഹമ്മദ് സല മാറിയിരിക്കുന്നു. ഇന്നലെ ബേൺമൗത്തിനെ 2-0 തോൽപ്പിക്കുമ്പോൾ സലയാണ് അവരുടെ 2 ഗോളുകൾ നേടിയത്. ലിവർപൂളിൻ്റെ കുതിപ്പ് അതങ്ങനെ തന്നെ തുടരുന്നു. സല അതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. നോക്കുക, ഇപ്പോൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഈ കാര്യങ്ങളിലൊക്കെ സല ഒന്നാമതാണ്. ഒന്ന് മോസ്റ്റ് ഗോൾസ് സല 21 ഗോളുകൾ, മോസ്റ്റ് അസിസ്റ്റ് സല 13 മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾസ് സലയുടെ പേരിലാണ്. ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നാമത് വരുന്നത് 18.21. പെനാൽറ്റി ഏരിയയിൽ ഏറ്റവും അധികം ടച്ചസ് സല 259. ഇങ്ങനെ മിന്നിക്കത്തുന്ന സലയെ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് ലിവർപൂൾ കൈവിടുമെന്നാണോ കരുതുന്നത്? അവരെങ്ങനെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യില്ലേ? ഇനിയിപ്പോൾ സൗദിയിൽ നിന്ന് വമ്പൻ ഓഫറുമായിട്ട് വരുന്നുണ്ട്. സല എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ മാത്രം കളി നോക്കുക, 56 ടച്ചുകൾ, 2 ഗോളുകൾ, 4 ഷോട്ട് തീർത്തു, 3 ഓൺ ടാർഗറ്റ്, 2 കീ പാസുകൾ, 41 പാസുകളിൽ 33 കൃത്യമായിരുന്നു, 3 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ, 2 വിജയിച്ചു, 11 ഡ്യുവൽസിൽ 6 അദ്ദേഹം സക്സസ്ഫുള്ളായി. ഇപ്പോൾ യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിൽ ഈ സീസണിൽ 20 ഗോളുകൾ കടക്കുന്ന ആദ്യ താരമാണ് അദ്ദേഹം എന്ന് പറഞ്ഞല്ലോ. പ്രീമിയർ ലീഗിൽ ഒരു സീസണിൽ 20+ ഗോളുകൾ, അങ്ങനെയുള്ള നേട്ടം 5ാം തവണയാണ് സല സ്വന്തമാക്കുന്നത്. ഈ കണക്കിൽ അദ്ദേഹം ഇപ്പോൾ മഹാരഥന്മാരുടെ കൂടെയാണ്. ഏറ്റവും അധികം സീസണുകളിൽ 20+ ഗോളുകൾ പ്രീമിയർ ലീഗിൽ നേടിയിട്ടുള്ളത് അലൻ ഷിയറാണ്. 7 തവണ അദ്ദേഹം അങ്ങനെ നേടിയിട്ടുണ്ട്. 7 സീസണുകളിൽ 20+ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. രണ്ടാമത് സെർജിയോ അഗ്യൂറോയും ഹാരി കെയ്നുമാണ്. അവർ 6 വീതം സീസണുകളിലാണ് ആ നേട്ടത്തിലേക്ക് പോയത്. മൂന്നാമതുണ്ട് സല, സാക്ഷാൽ തിയറി ഹെൻറിക്കൊപ്പം 5 വീതം തവണ ഈ ഇത്തരത്തിലുള്ള നേട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മഹാരഥന്മാരുടെ ലിസ്റ്റിലാണ്, പ്രീമിയർ ലീഗിലെ മഹാരഥന്മാരുടെ ലിസ്റ്റിലാണ് മോ സലയുള്ളത്. സലയുടെ 20+ ഗോളുകൾ എന്ന് പറയുമ്പോൾ 23 കളികളിൽ നിന്നാണ് ഈ സീസണിൽ അത് വന്നിരിക്കുന്നത്. 21 ഗോളുകൾ, അദ്ദേഹം ആ കാര്യത്തിൽ ടോപ്പ് 5 ലീഗിൽ ഒന്നാമതാണ്. 13 അസിസ്റ്റുകൾ, അദ്ദേഹം ആ കാര്യത്തിൽ ടോപ്പ് 5 ലീഗിൽ ഒന്നാമതാണ്. അപ്പോൾ ടോട്ടൽ 34 ഗോൾ കോൺട്രിബ്യൂഷനായി. ആ കാര്യത്തിലും അദ്ദേഹം ടോപ്പ് 5 ലീഗിൽ ഒന്നാമതാണ്. ഓരോ 60 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു. 90 ഷോട്ടുകളാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ വന്നത്. അതിൽ 46 ഓൺ ടാർഗറ്റിലേക്ക്, 52 കീ പാസുകൾ, 17 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതോടൊപ്പം കുതിച്ചു പായുകയാണ് ലിവർപൂൾ. ആ കാര്യം കൂടി നമ്മൾ പറയണം. ലിവർപൂൾ 23 കളികൾ, 56 പോയിന്റ്, പ്രീമിയർ ലീഗിൽ 1ാം സ്ഥാനത്ത് വിരാജിക്കുന്നു. രണ്ടാമതുള്ള ആഴ്സണലിന് 23 കളികളിൽ നിന്ന് 47 പോയിന്റാണുള്ളത്. ഏതായാലും ലിവർപൂളിൻ്റെ ഒരു പ്രകടനം, 23 കളികൾ, 13 വിജയം, 5 സമനിലകൾ, ഒരേ ഒരു തോൽവി എന്നുള്ളതാണ്. 81% അവരുടെ വിന്നിംഗ് പെർസെൻറ്റേജ്. 56 ഗോളുകൾ അടിച്ചു, തിരികെ വാങ്ങിയത് 21 ഗോളുകൾ മാത്രം. 99 ബിഗ് ചാൻസുകളാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. 47 ബിഗ് ചാൻസുകൾ അവർ തിരികെ കൺസീഡ് ചെയ്തു. 7.3 ഷോട്ട്സ് പെർ ഷോട്ടാണ് ഓരോ ഗോളടിക്കാനും അവർ എടുത്തിരിക്കുന്നത്. 10.5 ഷോട്ട്സ് കൺസീഡ് എന്ന രൂപത്തിലുമുണ്ട്. 58% അവരുടെ ഒരു ബോൾ പൊസിഷൻ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ലിവർപൂള് ആർനെ സ്ലോട്ടിൻ്റെ കീഴിൽ കുതിച്ചു പായുകയാണ്. അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നത് മോ സലയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.